പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മെശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തങ്കത്തിരുവചനങ്ങളെ പങ്കിട്ടെടുപ്പാൻ നമുക്ക് മഹാഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒരു യഥാർത്ഥ ഭക്തൻ്റെ ജീവിതത്തിലെ സ്വഭാവവിശേഷതകളെക്കുറിച്ചാണല്ലോ നാം ഈ നാളുകളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ചില ചിന്തകൾ കഴിഞ്ഞ നാളുകളിൽ പങ്കുവച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് മറ്റൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഒരു യഥാർത്ഥ ദൈവഭക്തൻ ദൈവഭയമുള്ള ആളായിരിക്കും. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ പേടിക്കുക എന്നല്ല. പേടിയും ഭയവും രണ്ടർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. പേടിക്കുക എന്ന് വെച്ചാൽ ശിക്ഷയെ പേടിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഭയപ്പെടുക എന്നുള്ളത് ബഹുമാനാദരവുകളിൽ നിന്ന് ഉടലെടുക്കുന്ന, മുറിവേൽപ്പിക്കാതിരിപ്പാൻ സ്വയം കരുതുന്ന ഒരു നിലപാടാണ്. 128 സങ്കീർത്തനം തുടങ്ങുന്നത് കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെയും കേൾക്കുമ്പോൾ കർത്താവിനെ ഭയപ്പെടുക എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവിനെ പേടിക്കുക എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട്. ദൈവത്തെ ഒരു ഭീകരനായിട്ടോ മനുഷ്യനിൽ കുറ്റം കണ്ടുപിടിച്ച് ശിക്ഷിക്കാനിരിക്കുന്ന ഒരു വിധികർത്താവായിട്ടോ ഒക്കെ കാണുന്ന പ്രവണത ഒരുപാട് ആളുകളിലുണ്ട്. പലരും അതങ്ങനെ വ്യാഖ്യാനിക്കാറുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ദൈവം ഒരു വലിയ കുഴപ്പക്കാരനാണ് എന്നൊരു ചിന്തയും ഒരു ചിത്രവും മനുഷ്യരുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. ദൈവത്തെ അങ്ങനെ ചിത്രീകരിക്കുന്നത് ദൈവത്തിൻ്റെ സത്തയോടുള്ള വെല്ലുവിളിയാണ്. ദൈവത്തിൻ്റെ അടിസ്ഥാന സത്ത ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ്. സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല ദൈവം എന്ന് നാം മനസ്സിലാക്കണം. ആ സ്നേഹത്തിനകത്ത് ശാസനയുണ്ട്, ചിലപ്പോൾ ശിക്ഷയുമുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി ദൈവം സ്നേഹമാണ്. ആ സ്നേഹവാനായ ദൈവത്തെ മനുഷ്യനെ പീഡിപ്പിക്കുന്ന ഒരു കഥാപാത്രമായി ചിത്രീകരിക്കുന്നത് ഒരിക്കലും ആശാസ്യമല്ല, അംഗീകരിക്കപ്പെടാവുന്നതുമല്ല. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ ഭയപ്പെടുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നാം വിലയിരുത്തേണ്ടത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്: അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. കൈസരിയായിലെ ഇത്താലിക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ശതാധിപനെക്കുറിച്ചാണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അവൻ തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു എന്ന്. ഇവിടെ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തോടുള്ള ബഹുമാനം, ദൈവത്തോടുള്ള ആദരവ് സൂക്ഷിക്കുന്നവനായിരുന്നു ഈ കൊർന്നല്യോസ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ ഭയപ്പെടുന്നു. എന്താണ് അവിടെ അർത്ഥമാക്കുന്ന ഭയം? ഭർത്താവിനെ പേടിക്കുന്ന ഭാര്യയാണെങ്കിൽ ആ ഭയമല്ല, ആ അർത്ഥത്തിലുള്ള ഭയമല്ല ഇവിടെ വിവക്ഷിച്ചിട്ടുള്ളത്. ഭർത്താവിനെ ഭയപ്പെടുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ബഹുമാനിക്കുന്ന, ഭർത്താവിനെ ആദരിക്കുന്ന ഒരു ഭാര്യ എന്ന അർത്ഥത്തിൽ വേണം നമ്മളത് മനസ്സിലാക്കുവാൻ. താൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച് ആദരിക്കുന്ന തൻ്റെ ഭർത്താവിന് തന്നിൽ നിന്ന്, തൻ്റെ പെരുമാറ്റത്തിൽ നിന്ന്, തൻ്റെ നടപടികളിൽ നിന്ന്, തൻ്റെ ഇടപെടലുകളിൽ നിന്ന് ഒരു മുറിവുണ്ടാകരുത്, ഒരു വേദന ഉണ്ടാകരുത് എന്ന സൂക്ഷ്മതയാണ് ഇവിടെ പരാമർശിക്കുന്ന ഭയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഭാര്യയെ ഭർത്താവ് ഭയപ്പെടേണ്ട കാര്യമില്ല, പക്ഷേ അവളെ മുറിവേൽപ്പിക്കാതിരിക്കുവാൻ ഭർത്താവ് സ്വയം കരുതണം. അപ്പോഴവിടെ ഒരു തെല്ല് ഭയം അവൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും പെരുമാറ്റത്തിലും ഉണ്ടാകണം. ഇങ്ങനെ വിവക്ഷിക്കുമ്പോഴാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്നേഹസ്വരൂപനാണ് എൻ്റെ ദൈവം, ഈ ദൈവം എന്നെ ഒരുപാട് സ്നേഹിച്ചിരിക്കുന്നു, ഞാൻ ആവശ്യപ്പെടാതെയാണ് അവൻ എന്നെ സ്നേഹിച്ചത്, ഞാൻ ആവശ്യപ്പെടാതെയാണ് അവൻ എന്നെ സൃഷ്ടിച്ചത്, ഞാൻ ആവശ്യപ്പെടാതെയാണ് എൻ്റെ ജീവിതം അവൻ എനിക്ക് തന്നത്, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ച നന്മയെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ എനിക്ക് ലഭിച്ചതാണ്. അപ്പോൾ നാം കുറേ കൂടെ ഗഹനമായി പറഞ്ഞാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സകല നന്മകളുടെയും ആധാരം എൻ്റെ കർത്താവും കർത്താവിൻ്റെ സ്നേഹവുമാണ്. ഇന്നെനിക്ക് കാഴ്ചയുള്ള കണ്ണുകളുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവിൻ്റെ സ്നേഹത്താൽ അവൻ എനിക്ക് നൽകിയതാണ്. ഇന്നെനിക്ക് കേൾക്കാൻ കഴിയുന്ന കാതുകളുണ്ടെങ്കിൽ കർത്താവ് തൻ്റെ സ്നേഹത്താൽ എനിക്ക് നൽകിയതാണ്.
എനിക്ക് സംസാരിപ്പാൻ കഴിയുന്ന ഒരു നാവുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് സ്നേഹത്താൽ അതെനിക്ക് നൽകിയതാണ്. എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു തലച്ചോറുണ്ടെങ്കിൽ അതിൽ ക്രമപ്പെടുത്തി കാര്യങ്ങൾ, ചിന്തകൾ സൂക്ഷിച്ചു വയ്ക്കാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ, ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ അത് സ്നേഹത്താൽ കർത്താവ് എനിക്ക് നൽകിയ കൃപയാണ്. എനിക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന കൈകാലുകളുണ്ടെങ്കിൽ, എനിക്ക് തടസ്സം കൂടാതെ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, എനിക്ക് നന്നായി നടക്കുവാനും ഓടുവാനും കഴിയുന്നുണ്ടെങ്കിൽ, എനിക്കത് ബുദ്ധിയോടെ പഠിച്ച് വിജയങ്ങൾ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ എനിക്ക് വിജയിയാകുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെയെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ മഹാവലിയ സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ആയിരിക്കുന്നത്. ഇത്രയൊക്കെ എനിക്ക് തന്ന് എന്നെ ഞാനിന്നായിരിക്കുന്ന അവസ്ഥയിൽ രൂപപ്പെടുത്തിയെടുത്ത പരമപരിശുദ്ധനായ എൻ്റെ പൊന്നു തമ്പുരാൻ എൻ്റെ ഏതെങ്കിലും നടപടികൾ മുഖാന്തിരം, എൻ്റെ ഏതെങ്കിലും നിലപാടുകൾ മുഖാന്തിരം വേദനിക്കാൻ പാടില്ല. അങ്ങനെ വേദനിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റവാളിയായിത്തീരും, അല്ലെങ്കിൽ അവനെ മുറിവേൽപ്പിച്ച ഒരു വ്യക്തിയായിത്തീരും. എൻ്റെ ദൈവം ഞാൻ മുഖാന്തിരം മുറിവേൽക്കാൻ പാടില്ല എന്ന ആന്തരിക ബോധത്തോടെ സ്വയം സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഭയമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ദൈവഭയമുള്ളവനായിരിക്കും കർത്തൃഭക്തൻ. ഒരു മകൻ തൻ്റെ പിതാവിനെ ബഹുമാനിച്ചാദരിക്കുന്നത് കൊണ്ട്, തൻ്റെ നടപടികൾ കൊണ്ട് തൻ്റെ പിതാവിന് മുറിവേൽക്കരുത് എന്ന് ചിന്തിച്ചിട്ട് അപ്പന് മുറിവുണ്ടാകാതിരിക്കാൻ തന്നെ സൂക്ഷിക്കുമ്പോൾ അപ്പനോട് കാണിക്കുന്ന ആദരവിൻ്റെ പേരാണ് ഭയമെങ്കിൽ, അതേ നിലവാരത്തിൽ സ്നേഹസ്വരൂപനും സർവശക്തനുമായ ദൈവത്തിന് താൻ മുഖാന്തിരം മുറിവേൽക്കരുത് എന്ന ചിന്തയോടെ ഉള്ളിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു പ്രത്യേക ഭാവമാണ് ഇവിടെ ഭയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്നേഹിതരെ, നാം എത്രത്തോളം ദൈവഭയം ഉള്ളവരാണ്, നമ്മൾ ഭക്തരാണോ അഭക്തരാണോ എന്ന് നമ്മെ തന്നെ പരിശോധിച്ച് ബോധ്യപ്പെടുവാൻ ഇത് വിലയിരുത്തിയാൽ നമുക്ക് സാധ്യമാകും. നമ്മുടെ പ്രവർത്തികൾ മുഖാന്തിരം ദൈവത്തിന് മുറിവേൽക്കുന്നുവെങ്കിൽ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മുഖാന്തിരം ദൈവത്തിന് മുറിവേൽക്കുന്നുവെങ്കിൽ, നമ്മുടെ കാതിൻ്റെ കേൾവി മുഖാന്തിരം ദൈവത്തിന് മുറിവേൽക്കുന്നുവെങ്കിൽ, നമ്മുടെ നാവിൻ്റെ സംസാര മുഖാന്തിരം ദൈവത്തിന് മുറിവേൽക്കുന്നുവെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും ചിന്തകളും മനനങ്ങളും നിമിത്തം ദൈവത്തിന് മുറിവേൽക്കുന്നുവെങ്കിൽ, ദൈവത്തിന് പരിക്കു പറ്റുന്നുവെങ്കിൽ, ദൈവനാമം ദുഷിക്കപ്പെടുന്നുവെങ്കിൽ, നിശ്ചയമായും നാം ദൈവത്തെ ഭയപ്പെടുന്നില്ല. ഇത് വളരെ വ്യക്തമായി നാം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥവും ലക്ഷ്യവും ഇതുതന്നെയാണ് എന്ന് നാം തിരിച്ചറിയണം. വീണ്ടും നാം തിരിച്ചറിയേണ്ട മറ്റൊരു പാഠമുണ്ട്. എല്ലാ മനുഷ്യനും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട നാൾ വരും എന്നുള്ളതായ ഒരു കാര്യം വ്യക്തമായി വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കണക്ക് കൊടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും കണക്ക് ദൈവസന്നിധിയിലുണ്ട്. അത് നമ്മളെ മുന്നിൽ നിർത്തി ദൈവം പരിശോധിക്കുന്ന ഒരു നാൾ വരും. അങ്ങനെ വരുമ്പോൾ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം അവിടെ മുഖദാക്ഷിണ്യം കാണിക്കുകയില്ല. നമ്മളെ ശിക്ഷിക്കുവാനല്ല ദൈവം ഇത് വിലയിരുത്തുന്നത്. നമ്മൾ സ്വയം തിരഞ്ഞെടുത്തതെന്തോ അത് നമുക്ക് തരുവാനാണ് ഇത് വിലയിരുത്തുന്നത്. സ്വാഭാവികമായും ഒരാളുടെ രക്ഷയും ശിക്ഷയും നിർണ്ണയിക്കുന്നത് ആ വ്യക്തി തന്നെയാണ് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അപ്പോൾ ദൈവം തന്ന അവസരത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് നാളെ ലഭ്യമാകുന്ന നന്മയും തിന്മയുമൊക്കെ വിവേചിക്കപ്പെടുന്നത്. നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ അളവും തോതും വിവേചിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നാം ദൈവഭയത്തോടു കൂടി ഇരുന്ന് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം മുമ്പിൽ ഒരു കുറ്റവാളിയാകാതെ സ്വയം സൂക്ഷിച്ച് ദൈവ പദ്ധതിക്ക് മുമ്പിൽ ദൈവം നമ്മുടെ ജീവിതത്തെ തൂക്കി നോക്കി വിലയിരുത്തുമ്പോൾ ലജ്ജയോടെ മുഖം താഴ്ത്തി നിൽപ്പാൻ ഇടവരാതിരിക്കേണ്ടതിന്, തികഞ്ഞ പ്രസന്നതയോടെ ദൈവമുഖത്തേക്ക് നോക്കി മുഖമുയർത്തി നിൽപ്പാൻ മനസ്സും ഭാഗ്യവുമുള്ളവരായി തീരേണ്ടതിന് നമ്മെ തന്നെ ഒരുക്കണമെങ്കിൽ നാം ദൈവഭയമുള്ളവരായി ജീവിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരായി നാം ജീവിക്കണം. ദൈവം നമുക്ക് ഓതി തന്നിട്ടുള്ള പ്രമാണങ്ങൾ പാലിക്കുന്നവരായി നാം ജീവിക്കണം. ദൈവം വരച്ചിട്ട വഴികളിലൂടെ നടക്കുന്നവരായി നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ക്രമം കെട്ട നടപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾ ആസ്വദിപ്പാൻ നാം നമ്മെ തന്നെ, നമ്മുടെ ജീവിതത്തെ തന്നെ പണയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ദൈവത്തിൽ നിന്ന് നാം അകലം പാലിക്കേണ്ടി വരുന്നു. അവിടെ ദൈവഭയമില്ലാത്തവരായി, ദൈവത്തോട് ബഹുമാനമില്ലാത്തവരായി, ദൈവത്തോട് ആദരവില്ലാത്തവരായി നാം മാറുന്നു.
അങ്ങനെ നാം അഭക്തരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. യഥാർത്ഥ ഭക്തർക്ക് ഒരിക്കലും ദൈവത്തെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല. സ്നേഹമുള്ള ഭാര്യയ്ക്ക് ഒരിക്കലും തൻ്റെ ഭർത്താവിനെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല. സ്നേഹമുള്ള ഭർത്താവിന് ഒരിക്കലും തൻ്റെ ഭാര്യയെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല. സ്നേഹമുള്ള മക്കൾക്ക് ഒരിക്കലും തങ്ങളുടെ മാതാപിതാക്കളെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല. മുറിവേൽപ്പിക്കുന്നുവെങ്കിൽ അവർക്ക് അവിടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അവിടെ അവർക്ക് ഭക്തി നഷ്ടപ്പെട്ടു പോയി, അവിടെ അവർക്ക് ഭയം, ഇവിടെ വിവക്ഷിച്ചതായ ഭയം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ യഥാർത്ഥ ദൈവഭക്തൻ യഥാർത്ഥ ദൈവഭയമുള്ള വ്യക്തിയായിരിക്കും എന്ന് നാം തിരിച്ചറിയണം. ദൈവം എല്ലാം പരിശോധിക്കുന്നുവെന്ന ബോധം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. മലാഖി പ്രവചനത്തിൽ അത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ചിന്തകൾ നമ്മൾ കാണുന്നത് നല്ലതാണ്. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്: അവൻ ഊതിക്കഴിക്കുന്നവനെപ്പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെപ്പോലെയും ഇരുന്നു കൊണ്ട് ലേവ്യപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. ദൈവം ശരിക്കും പറഞ്ഞാൽ പൊന്ന് സ്ഫുടം ചെയ്യുന്ന പൊന്ന് പണിക്കാരനെപ്പോലെ, വെള്ളി സ്ഫുടം ചെയ്യുന്ന പണിക്കാരനെപ്പോലെ ലേവിഗോത്രത്തെ, കർത്താവിൻ്റെ പൗരോഹിത്യ ഗണത്തെ ഊതിക്കഴിച്ച് ഉരുക്കി ശുദ്ധി ചെയ്യുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അവർ നീതിയിൽ കർത്താവിന് വഴിപാടർപ്പിക്കും. കർത്താവ് ഊതി ഉരുക്കി കീടങ്ങൾ മാറ്റി ശുദ്ധി ചെയ്തെടുത്തിട്ടാണ് അവരെ കർത്താവിന് വഴിപാടർപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഗണമായി വേർതിരിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമായും പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പൗരോഹിത്യ ഗണം എത്രത്തോളം വലിയ അഗ്നിശോധനയ്ക്ക് വിധേയപ്പെട്ടിട്ടാണ് ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ യോഗ്യരായിത്തീരുന്നത്. തുടർന്ന് പറയുന്നു: അന്ന് യഹൂദയുടെയും യെരുശലേമിൻ്റെയും വഴിപാട് പുരാതന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും കർത്താവിന് പ്രസാദകരമായിരിക്കും. എന്ന് ഊതിക്കഴിച്ച പൊന്നുപോലെ, ഊതിക്കഴിച്ച സ്ഫുടം ചെയ്ത വെള്ളി പോലെ ശുദ്ധിയുള്ളവരായി നിന്നുകൊണ്ട് പുരോഹിതൻ കർത്താവിന് അർപ്പിക്കുന്ന ശുശ്രൂഷകൾ, വഴിപാടുകൾ, അത് സംബന്ധിച്ചാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യെരുശലേമിന് പുരാതന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിലെന്ന പോലെയും കർത്താവിന് പ്രസാദകരമായ വഴിപാടായി അത് തീരും. തുടർന്ന് 5-ാമത്തെ വാക്യം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്: ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരുമെന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ മേൽ കുറ്റം ചാർത്തി നമ്മെ ശിക്ഷിപ്പാനല്ല വരുന്നത്. നമ്മൾ ചെയ്തത് എന്താണെന്ന് വെളിപ്പെടുത്തി പ്രതിഫലം തരുവാനാണ് വരുന്നത് എന്ന് തിരിച്ചറിയണം. എന്നിട്ട് അവൻ പറയുകയാണ്: ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഓർക്കുക, ഇവിടെ നീതികേട് പ്രവർത്തിക്കുന്നവർക്ക് ദൈവം ഒരിക്കലും അനുകൂലമായിരിക്കില്ല എന്ന് തന്നെയാണ്, അവരുടെ സംരക്ഷകനായിരിക്കില്ല എന്ന് തന്നെയാണ് ദൈവം പ്രസ്താവിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചത്, ദൈവത്തെ ഭയപ്പെടുക എന്നതിൻ്റെ ഒരു വശം. ഇത് ദൈവം ഒരു കുഴപ്പക്കാരനായതുകൊണ്ടല്ല, ഞാൻ കുഴപ്പക്കാരനായതുകൊണ്ട്, ദൈവം സത്യസന്ധനായതുകൊണ്ട്, ദൈവം പരിശുദ്ധനായതുകൊണ്ട്, ദൈവത്തിൻ്റെ നിലപാട് അവസരോചിതമായി മാറ്റാൻ കഴിയില്ലാത്തതുകൊണ്ട്, ദൈവത്തിൻ്റെ വിധി നീതിയുള്ളതായിരിക്കണമെന്നുള്ളതുകൊണ്ട് അത് നമുക്ക് കുഴപ്പമായി തീരും പ്രിയപ്പെട്ടവരെ. അപ്പോൾ നാം ദൈവത്തെ ഭയപ്പെട്ടിട്ട് കുറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ദൈവം കുഴപ്പക്കാരനായതുകൊണ്ടല്ല നാം ശിക്ഷിക്കപ്പെടുന്നത്, നാം കുഴപ്പക്കാരായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവമെല്ലാം കാണുന്നുണ്ട്, ദൈവമെല്ലാം വിലയിരുത്തുന്നുണ്ട്, ദൈവം എല്ലാറ്റിനും പ്രതിഫലം ഒരുക്കുന്നുണ്ട്. നാം കരുതിയിരുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കും എന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും മറുപടി കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ ദൈവ ഭയമില്ലാതെ ജീവിച്ചവരാണ്, അവർ ദൈവത്തെ വെല്ലുവിളിച്ചവരാണ്, അവർ അന്യായ ക്രിയകൾ ചെയ്തവരാണ്, അവർ പ്രമാണവിരുദ്ധമായി ജീവിച്ചവരാണ്. അവർക്ക് അവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ലഭിച്ചേ മതിയാകൂ. അതിൽ എനിക്ക് മയപ്പെടാനോ മായം ചേർക്കാനോ കഴിയില്ല.
കാരണം സ്വാഭാവികമായും അവർ വിതച്ചത് അവർ കൊയ്തേ മതിയാകൂ. അത് ഞാൻ തന്നേ മതിയാകൂ. അത് ദൈവത്തിൻ്റെ കുറ്റമല്ലെന്ന് ആണയിട്ട് ആവർത്തിച്ച് പറയട്ടെ പ്രിയപ്പെട്ടവരെ. വിതച്ചവൻ കൊയ്യുന്നതിന് അവൻ തന്നെയല്ലോ ഉത്തരവാദി. എന്നാൽ ദൈവത്തിന് വേറെ നിവൃത്തിയില്ല. അവൻ വിതച്ചത് തന്നെ അവൻ വിളവെടുത്തേ മതിയാകൂ. വീണ്ടും പറയുന്നത്, കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെ കബളിപ്പിക്കുന്നവൻ അവന് തീർച്ചയായിട്ടും അവൻ ചെയ്ത പ്രവൃത്തിക്ക് ശിക്ഷ ലഭിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി വെല്ലുവിളിക്കപ്പെടും. മാത്രമല്ല സാമൂഹിക നീതിയും വെല്ലുവിളിക്കപ്പെടും. കൂലിക്കാരൻ്റെ കൂലി കൊടുക്കാതെ കബളിപ്പിച്ചെടുത്തവനെ അവൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്താതെ അവൻ്റേതായ ശിക്ഷ ലഭിക്കാതെ പോയാൽ ദൈവത്തിൻ്റെ നീതിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇവിടെ അവൻ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ ഉത്തരവാദി ദൈവമല്ല. നിശ്ചയമായിട്ടും കൂലിക്കാരൻ്റെ കൂലി കൊടുക്കാതെ പിടിച്ചു വെച്ച കുറ്റവാളി മാത്രമാണ് അവൻ്റെ ശിക്ഷയുടെ ഏക ഉത്തരവാദി. നമുക്കൊക്കെ പറ്റുന്ന വലിയൊരബദ്ധം, നമ്മുടെ ചെയ്തികൾക്ക് നാം ശിക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിൽ ആരോപിച്ചിട്ട് ദൈവം എന്നെ ശിക്ഷിച്ചു എന്ന് വിധിക്കുന്നിടത്താണ് നമുക്ക് തെറ്റുപറ്റുന്നത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആരും വിധിക്കാൻ ശ്രമിക്കരുത്. ഇവിടെയെല്ലാം ദൈവം നീതിമാനാണെന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറയേണ്ടി വരുന്നു. അതുപോലെ തന്നെ വിധവയെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കാതിരിക്കുകയില്ല. ദൈവം കുഴപ്പക്കാരനായതുകൊണ്ടല്ല ഇവിടെ വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവൻ ശിക്ഷിക്കപ്പെടുന്നത്. അവർ കുഴപ്പക്കാരായതുകൊണ്ടാണ്. വിധവയെ സംരക്ഷിക്കേണ്ടതിന് പകരം, കരുതേണ്ടതിന് പകരം, സൂക്ഷിക്കേണ്ടതിന് പകരം പീഡിപ്പിച്ചുവെങ്കിൽ, അനാഥർക്ക് നാഥനായി മാറേണ്ടതിന് പകരം അവരെ ചൂഷണം ചെയ്യുകയും അവരെ ഉപയോഗിച്ച് മറ്റു പലതും നേടുകയും ചെയ്തുവെങ്കിൽ സ്വാഭാവികമായും അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ. അത് അവർ തന്നെ വിതച്ചതാണ്, അവർ തന്നെ കൊയ്തേ മതിയാകൂ. ദൈവത്തിൻ്റെ നീതിബോധം അതങ്ങനെ തന്നെ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെയും ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇത്ര മാത്രമേ ഉള്ളൂ: പാപം ചെയ്യാതെ സ്വയം സൂക്ഷിക്കുക. കാരണം നീതിമാനായൊരു ദൈവമുണ്ട്. ദൈവത്തിന് നീതിയുടെ പക്ഷത്തെ നിൽക്കാൻ പറ്റുകയുള്ളൂ. നീതികേട് കണ്ടിട്ട് കണ്ണടയ്ക്കാനോ നീതികേട് പ്രവർത്തിച്ചവനെ നീതീകരിപ്പാനോ നീതിമാനായ ദൈവത്തിന് നിവൃത്തിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നാം കുറ്റവാളികളാകാതിരിപ്പാൻ ഭയഭക്തി ബഹുമാനാദരവുകളോടെ സ്വയം സൂക്ഷിക്കുന്നവരായിരിക്കാനാണ് തിരുവചനം നമ്മളെ അടിവരയിട്ട് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും പറയുന്നത്, എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറച്ചു കളയുന്നവർക്ക് വിരോധമായി ഞാൻ ശീഘ്ര സാക്ഷിയായിരിക്കും എന്നാണ്. പരദേശിയായി വന്ന് പാർക്കുന്ന ഒരാൾക്ക് ലഭിക്കേണ്ടതായ നീതി മറിച്ചു കളഞ്ഞാൽ, ന്യായം മറിച്ചു കളഞ്ഞാൽ, അവനെ ചൂഷണം ചെയ്താൽ, അവനെ വേട്ടയാടിയാൽ ദൈവം അത് കണ്ട് കണ്ണടച്ചിരിക്കില്ല. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ നീതി എല്ലാവരുടെ മേലും ഒരുപോലെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയണം. തൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരാൾ നീതികേട് പ്രവർത്തിച്ചാൽ ദൈവം കണ്ണടച്ചിരിക്കില്ല. ദൈവത്തിൻ്റെ നീതിബോധം ഉണർന്നിട്ട് ദൈവം ആ വ്യക്തിയോട് അതിൻ്റെ കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ വരുമ്പോൾ നാം എത്രത്തോളം സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഇങ്ങനെയാണ് ദൈവഭയം നമ്മിൽ ഉടലെടുക്കേണ്ടത്. ദൈവം ശിക്ഷിക്കുമെന്നുള്ളത് കൊണ്ടല്ല, ദൈവം വിധിക്കും എന്നുള്ളത് കൊണ്ട്. നമ്മൾ വിതച്ചത് നാം കൊയ്യുവാൻ ദൈവം വിധിക്കും എന്നുള്ളത് കൊണ്ട് നാം എന്തായാലും അത് നമ്മുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം പ്രാപിച്ചേ മതിയാകൂ. അത് ദൈവിക നീതിയാണ് എന്നുള്ളത് കൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടണം. അപ്പോൾ ദൈവത്തെ ഭയപ്പെടേണ്ടതിൻ്റെ രണ്ട് മേഖലകളാണ് ഇപ്പോൾ നാം പറഞ്ഞത്. ഒന്ന്, ദൈവം സ്നേഹമാണ്. ദൈവം മുറിവേൽക്കാതിരിക്കാൻ വേണ്ടി നാം ദൈവത്തെ ഭയപ്പെട്ടേ മതിയാകൂ. രണ്ട്, നമ്മുടെ സകല ചെയ്തികളും സകല പ്രവൃത്തികളും വ്യക്തമായും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം കണക്ക് പരിശോധിക്കുന്നവനാണ്, ന്യായവിധി നടത്തുന്നവനാണ്. ന്യായവിധി എന്ന് കേൾക്കുമ്പോൾ കുറ്റം നമ്മുടെ മേൽ ആരോപിച്ച് ചാർത്തി, നാം ചെയ്യാത്ത കുറ്റം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച് നമ്മെ ശിക്ഷിക്കുന്നവനെന്ന അർത്ഥത്തിലല്ല. നമ്മൾ വിതച്ചതെന്താണോ അത് കൊയ്യുവാൻ നമുക്ക് ഇടതരുന്ന, അത് ചീത്ത പ്രവൃത്തികളാണെങ്കിൽ അതിന് തക്ക പ്രതിഫലം പ്രാപിപ്പാൻ ഇടവരുത്തുന്ന സത്യസന്ധനും നീതിമാനുമായ ദൈവത്തിൻ്റെ അടിയുറച്ച നിലപാടാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെടണം എന്ന് പറഞ്ഞത് എന്നുകൂടെ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ.
വീണ്ടും കർത്താവായ ഞാൻ മാറാത്തവൻ, 6-ാമത്തെ വാക്യം അങ്ങനെയാണ് പറയുന്നത്, കർത്താവായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് തിരുവചനം അങ്ങനെയൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഞാൻ മാറാത്ത ദൈവമാകുന്നു, അതുകൊണ്ടാണ് യാക്കോബിൻ്റെ മക്കളെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പരമാർത്ഥം നമ്മുടെ നെഞ്ചിൽ കയറണം. നമ്മുടെ ദൈവം മാറാത്തവനാണ്, അതുകൊണ്ടാണ് ഇന്നും നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ദൈവം കരുതുന്നു നമ്മെ. നാം അനർത്ഥങ്ങൾ ചെയ്യുമ്പോഴും കുറ്റവാസനകൾ നമ്മിൽ ഉള്ളപ്പോഴും പ്രമാണ ലംഘനങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ നടത്തുമ്പോഴും ദൈവത്തെ വെല്ലുവിളിക്കുമ്പോഴും അവിശ്വാസത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോഴും സ്വയം ദൈവമാക്കാനൊക്കെ ശ്രമിക്കുമ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനകളെ നിസ്സാരവൽക്കരിക്കുമ്പോഴും ദീർഘക്ഷമയോടെ ഈ ദൈവം മാറാത്ത സ്നേഹമായി നമ്മുടെ മേൽ കരുതലുള്ളവനായിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വലിയ കരുതലും വലിയ സ്നേഹവും വലിയ വാത്സല്യവുമാണ് ഇന്നും നമ്മെ നിലനിർത്തുന്നത്, നാം നശിച്ചു പോകാതിരിക്കാനുള്ള കാരണമെന്ന് നാം തിരിച്ചറിയണം. ആകയാൽ സ്നേഹിതരെ, നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. ദൈവത്തോടുള്ള ഭയഭക്തി, ബഹുമാന, ആദരവുകൾ നമ്മിലുണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് വാസ്തവമായിട്ടും നാം ദൈവത്തെ സ്നേഹിക്കുന്നവരും യഥാർത്ഥ ദൈവഭക്തരുമായി ദൈവസന്നിധിയിൽ എണ്ണപ്പെടുന്നത്. വീണ്ടും ചോദിക്കട്ടെ, നമ്മൾ ഒരു യഥാർത്ഥ ദൈവഭക്തൻ്റെ പാതയിലാണോ സഞ്ചരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളുകളികൾ അറിയുന്ന 2 പേരുണ്ട്, ഒന്ന് ഞാനും, 2 ദൈവവും. ഓരോ വ്യക്തിയും അത് മനസ്സിലാക്കുക. സ്വന്തം ജീവിത പങ്കാളിക്ക് മറ്റേ പങ്കാളിയുടെ ജീവിതത്തിൻ്റെ ഉള്ളുകളികൾ അറിയില്ല, പക്ഷേ ദൈവത്തിനറിയാം. ഭർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളുകളികൾ പലതും ഭാര്യയ്ക്ക് അറിയില്ല, പക്ഷേ ദൈവത്തിനറിയാം. ഭാര്യയുടെ ജീവിതത്തിൻ്റെ ഉള്ളുകളികൾ പലതും ഭർത്താവിനറിയില്ല, പക്ഷേ ദൈവത്തിനറിയാം. എന്നാൽ ഒന്നറിയുക, എല്ലാം അറിയുന്നവൻ ദൈവമാണ്. അവൻ്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതം ആയിരിക്കുന്നത്. കണക്ക് കൊടുക്കേണ്ട ഒരു നാൾ വരുമെന്ന് മറക്കരുത്. അവിടെ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവഭയത്തോടെ ജീവിക്കണം. നമ്മൾ എത്രത്തോളം സൂക്ഷ്മതയുള്ളവരും എത്രത്തോളം കരുതലുള്ളവരുമായിരിക്കണമെന്നാണ് ഇവിടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നല്ലവണ്ണം പരിശോധിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കാൻ ഇടവരാതിരിക്കേണ്ടതിന്, ദൈവ മുമ്പിൽ നാം നിൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെ തല കുനിഞ്ഞു പോകാതിരിക്കേണ്ടതിന്, നാം ലജ്ജിതരായി പോകാതിരിക്കേണ്ടതിന്, മറ്റുള്ളവരുടെ മുമ്പിൽ നാം അന്ന് അപമാനിതരായി പോകാതിരിക്കേണ്ടതിന് നമ്മുടെ ഈ ജീവിതം വളരെ സൂക്ഷ്മതയോടെ നയിപ്പാൻ നാം കടപ്പെട്ടവരാകുന്നു. അതുകൊണ്ട് വലിയ ബഹുമാനത്തോടെ, വലിയ ഭക്തിയോടെ, വലിയ ആദരവോടെ, ദൈവഭയത്തോടെ നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതം അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ കണ്ണ് കാണുന്നതെന്തും ദൈവത്തെ വേദനിപ്പിക്കുന്നില്ലെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. നമ്മുടെ കാത് കേൾക്കുന്നതൊന്നും ദൈവത്തെ വേദനിപ്പിക്കുന്നില്ലെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. നമ്മുടെ കൈകളുടെ പ്രവൃത്തികളൊന്നും ദൈവത്തെ വേദനിപ്പിക്കുന്നില്ലെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. നമ്മൾ സാധുക്കളോടും അനാഥരോടും വിധവമാരോടും അന്യായം പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അവർക്ക് അർഹമായ സഹായം ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരെ ഉപദ്രവിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അന്യനെയും പരദേശിയെയും നാം പീഡിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. എന്തുകൊണ്ടെന്നാൽ എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. അവനെല്ലാം കണ്ടിട്ടാണ് വിലയിരുത്താൻ ന്യായവിസ്താര സ്ഥലത്ത് നമ്മെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കവിടെ കാപട്യം പറഞ്ഞ് രക്ഷപ്പെടാനാകില്ല. ഭർത്താവിനെ കളവ് പറഞ്ഞ് കബളിപ്പിക്കാം, ഭാര്യയെ കളവ് പറഞ്ഞ് കബളിപ്പിക്കാം, മാതാപിതാക്കളെ കളവ് പറഞ്ഞ് കബളിപ്പിക്കാം. പക്ഷേ എല്ലാം കണ്ട ദൈവത്തെ ഒരിക്കലും കളവ് പറഞ്ഞ് കബളിപ്പിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതത്തെ കരുതലോടെ സൂക്ഷിക്കാം. നമുക്ക് ദൈവഭയമുള്ളവരായി ജീവിക്കാം. അങ്ങനെ യഥാർത്ഥ ഭക്തരായി ജീവിക്കാം. ആയതിന് ദൈവമായ കർത്താവ് എനിക്കും നിങ്ങൾക്കും കൃപയരുളട്ടെ എന്ന് ഈ ദിവസം പ്രാർത്ഥിക്കുകയും എല്ലാ ഭാവുകങ്ങളും നിങ്ങൾക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ജീവിതത്തെ ക്രമപ്പെടുത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചു ചേർത്ത് ഇരുത്തിയിട്ട് അവിടുന്ന് ഞങ്ങളോട് മധുരമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ കർത്താവേ. യഥാർത്ഥ ഭക്തൻ ദൈവഭയമുള്ളവനായിരിക്കുമെന്ന പാഠം ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചല്ലോ. ദൈവഭയമുള്ളവർ മാത്രമേ യഥാർത്ഥ ഭക്തരായിരിക്കുന്നുള്ളൂ എന്ന് അതിൽ അർത്ഥമാക്കുന്നുണ്ടല്ലോ. എന്നാൽ ദൈവമേ, ഞങ്ങൾ എങ്ങനെയാണ് ഈ ഭയത്തെ ബോധ്യപ്പെടേണ്ടത്?
ഒന്നാമത്, ഒരുപാട് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ ഒരു കാരണവശാലും ഞങ്ങൾ മുറിവേൽപ്പിക്കുകയില്ല എന്ന ഉറപ്പാണ് ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്നതിൻ്റെ തെളിവ്. മറ്റൊന്ന്, ഞങ്ങളെല്ലാറ്റിനും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് ഞങ്ങളുടെ ചെയ്തികൾക്ക് തക്ക പ്രതിഫലം പങ്കിടുന്ന നാളിൽ ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് ഞങ്ങളെ തന്നെ സൂക്ഷ്മതയോടെ കരുതേണ്ടതാണ് എന്ന പാഠവും ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചല്ലോ. ഈ കേട്ട ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വച്ചിട്ട് ദൈവമേ, തിരുമുമ്പിൽ ലജ്ജ കൂടാതെ നിൽപ്പാൻ ഇടവരേണ്ടതിന്, അവിടുത്തെ സ്നേഹത്തെ ഒരിക്കലും മുറിവേൽപ്പിക്കാത്തവരായി ഞങ്ങൾ ജീവിക്കേണ്ടതിന് ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാൻ അവിടുന്ന് കൃപയാകണമേ. ഈ കേൾപ്പിച്ച സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരോടുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തെ അടിമുടി ശോധന ചെയ്യുവാൻ, ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ഒരുക്കുവാൻ കൃപയാൽ സഹായിക്കണമേ. അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ കൃപയും അവിടുത്തെ പരിപാലനവും ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങളെ തന്നെ താഴ്ത്തി വിനയപ്പെടുത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കർത്താവ് മഹത്വമെടുക്കണം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Body